എൻ്റെ ദീർഘകാല സഹപ്രവർത്തകരും സുഹൃത്തുമായ പ്രസിഡന്റ് പ്രൊഫസർ പി സി ജോൺ, എൻ്റെ വിദ്യാർത്ഥിയും സഹപ്രവർത്തകരും ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ ഡോക്ടർ ജോർജ്, മറ്റൊരു വിദ്യാർത്ഥിയായിരുന്ന സുരാജൻ, and you all whom I would call the choice and master spirits of Kottayam. This is quotation from Ulysses. The choice and master spirits. At the outset, let me thank you for inviting me to give this address to you. എങ്കിലും തേഴ്സ്ഡേ ക്ലബ്ബ് എൻ്റെ ജീവിതത്തിൽ ചെറിയ കാലഘട്ടത്തിൽ ബന്ധമുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. വളരെ ചുരുങ്ങിയത് ഞാൻ പറഞ്ഞൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ഞാൻ 1970 സിവിൽ കോളേജിൽ അധ്യാപകനായിട്ട് കയറിയത്. കുറേ കാലം ഞാൻ ഈ YMCA ഒരു ഹോസ്റ്റൽ ഉണ്ടാകുന്ന പഴയ കെട്ടിടമൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ താമസിക്കുന്ന സമയത്ത് അന്ന് തേഴ്സ്ഡേ ക്ലബ് അവിടെ ഉണ്ട്. അന്ന് തേഴ്സ്ഡേ ക്ലബിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് സുബ്രഹ്മണ്യ ആയിരുന്നു. നമ്മൾ ഉപയോഗിക്കുക ജസ്റ്റിസ് KT തോമസ് എന്നതിൻ്റെ ഒരു കുടുംബ മെമ്പറാണ്. മറ്റു കുറേ സീനിയർ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ അതിൽ പോയിട്ടുള്ളൂ, മെമ്പറായിട്ട് പോയിട്ടുള്ളൂ. ഞാൻ തുടർന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവരുടെയൊക്കെ മുൻപിൽ സംസാരിക്കാനുള്ള ഭയം കൊണ്ടാണ് അവിടെ പുറപ്പോക്ക് നിർത്തിയത്. പ്രൊഫസർ സുബ്രഹ്മണ്യരെ പോലെയും ജസ്റ്റിസ് KT തോമസിനെ പോലെയുള്ള ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും പറയാനുള്ള തൻ്റെ അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം. ഞാനൊരു 22 വയസ്സുള്ള ജോലിക്കാരൻ അവളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഈ പ്രസംഗം ഒരു പഠിപ്പിക്കാനുള്ള ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ള സത്യം. അതൊരു 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ലെസൺസ് ആയിട്ട് എനിക്ക് കിട്ടിയത്. അത് വായിക്കാൻ പുസ്തകങ്ങൾ പോകും. എൻ്റെ സ്വന്തം കഴിയുന്നതോടെ സ്വന്തം രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഈ പ്രസംഗങ്ങൾക്ക് വരുമ്പോൾ പോലും അവിടെ ആയാലും അതിനെപ്പറ്റി പ്രത്യേക ഡയറക്ഷൻസോ കാര്യങ്ങളൊന്നും നൽകിയിട്ടുണ്ട്. പറയാനുള്ളത് പറയുക, എന്നെ പഠിക്കാനെങ്കിൽ പഠിക്കുക, അപ്പോഴൊരു കാര്യമൊന്നും ഞാൻ നോക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഈ കോവിഡ് സമയത്ത് ജനങ്ങളോട് ദിവസം പറഞ്ഞു ഞാൻ സൂമിൽ ഒരു ദിവസം ഒരു മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്ത് Anyway, I'm happy that you are continuing this tradition of Thursday Club in the YMCA. But at the same time, I noticed that you're all almost seniors. You don't see any young blood in the group. Except one. ഞാൻ മുമ്പ് പറഞ്ഞത് താങ്കളെക്കാട്ടിൽ ഞാൻ ചെറുപ്പം വന്ന സമയത്താണ്. അന്ന് ഇതുപോലെ കുറേ സീനിയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോട് അനുസരിച്ച് പിടിക്കാനുള്ള യാതൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറിപ്പോയി. ചെറുപ്പക്കാർക്ക് പോലും പ്രസംഗങ്ങളിൽ അഭ്യസനം ലഭിക്കുന്ന ധാരാളം സൗകര്യങ്ങളുണ്ട്. കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ട്രെയിൻസ് പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസ്കൃതം കൂടി കോളേജ് വിദ്യാർത്ഥികൾക്ക് അതുപോലെ ട്രെയിനിങ് കൊടുക്കാനുള്ള ഞങ്ങൾ തന്നെ നടത്തിയിരുന്നു. ഞാൻ തന്നെ മറ്റു പല But at least, this is a forum where you are, I believe most of you are retired. Most of you are retired. But this is a forum that will keep your minds active. And you come and listen to various opinions, various points of view. And you can also learn to adjust to other points of view in such a forum. എന്നോട് ജേക്കബ് ജോർജ് ഇവിടുത്തെ ഒരു വിഷയമൊക്കെ നേരത്തെ പറയണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഇതൊക്കെ നടത്തി. കാരണം ഇങ്ങനെയുള്ള വേദിയിൽ വന്നൊരു ഫോർമൽ ലെക്ചർ നടത്തുമ്പോൾ
ഒരു ടോപ്പിക് അദ്ദേഹത്തിന് കൊടുത്തു, ദ ലോസ്റ്റ് ആർട്ട് ഓഫ് ലെറ്റർ റൈറ്റിംഗ്. I had something on my phone which I had opened, but somehow it has disappeared. I'm waiting for this moment. This is a story about a father and son. His father was very strict and tried to instill some kind of discipline in his son, a 15-year-old son. And he would ask him to tidy up his room every morning, but he wouldn't do. Father was kind of fed up with the attitude of the son. One day, the father happened to pass by the room of his son, 15-year-old son, and he looked inside and he found the room all tidied up. The bed was made, the table was arranged, everything was in order. So the father went inside and looked. Surprise! There was a letter on the bed addressed to Dad. The father, with trembling hands, he opened the letter. And they began, "Dear Dad and Mom." It was that letter that I was trying to find. Unfortunately, the letter has somehow disappeared. I don't know what happened. I don't know where it went. Anyway, the letter read something like this: "Dear Dad, I'm sorry to tell you that I had to leave without letting you and Dad know. I had to elope with Molly. But we'll do fine. We'll do well. She's a little senior to me. We'll soon have our child. Don't worry. She has a trailer, and we'll be able to live in that. And we hope to have more children. Don't worry. I mean, she has a problem. She's an AIDS patient, but there are 4 medicines for that. That's okay. And with our trailer, we plan to move into the interior area, somewhere near jungle, where I think we can plant and cultivate marijuana. That will bring us plenty of income. So we'll be able to do things okay. So he went on like that. He was, since affectionately, son. Then underneath there was a postscript, P.S. And don't get upset. What you read about is all lies. They are all lies. There are worse things I just want to let you know, there are worse things in life than obtaining low grades in the exam. Please sign the report card which you will find on my table. My topic today is about the lost art of letter writing. When was the last time you wrote a letter? Can anyone remember when was the last time you wrote a letter? When was the last time you received a letter? You can't remember. Years and years must have passed since you. There is a nostalgia associated with writing and receiving letters. Right? If you would think back about the last letter you received, or think of the time when you expected letters, when you were waiting for letters, either from your lover, or from your father,
or from your children, or from your friend. Think of the time you received letters or you were expecting. I have very fond recollections of the time when I was waiting for letters. ഞങ്ങളൊരു കുറച്ച് വർഷങ്ങൾ നൈജീരിയയിൽ 1978 ജൂലൈ ഒടുവിലാണ് ഞങ്ങൾ ഒരു ബോംബെയിൽ നിന്ന് ലേഗോസ്. അവിടെ ചെന്നിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിഞ്ഞു, ഇവിടെ വെച്ച് അറിഞ്ഞു. അവിടെ ചെന്ന് അവിടുത്തെ ഫെഡറൽ ഗവൺമെൻറ് നമ്മളെ ഒരു സ്ഥലത്തോട്ട് അയക്കും, ഒരു സ്റ്റേറ്റിലോട്ട് അയക്കും. ആ സ്റ്റേറ്റിൽ ചെന്ന് കഴിഞ്ഞാലും പിന്നെ എവിടെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴറിയില്ല. അവിടെ ചെന്ന് ഞങ്ങളെ ഒരു സ്കൂളിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഏതാണ്ട് 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലൊക്കേഷനിൽ നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് മാത്രമേ നമുക്ക് റിട്ടേൺ അഡ്രസ് ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് ഞാൻ ലേഗോസിൽ ചെന്നപ്പോൾ ഒരു എഴുത്ത് എഴുതി, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഏതാണ്ട് 2 ആഴ്ചകൾക്ക് ശേഷമാണ് സ്ഥലത്തെത്തിയിട്ട് നമ്മൾ ലെറ്റർ എഴുതുന്നത്, ലെറ്റർ എഴുതും. ആ ലെറ്റർ അന്ന് നൈജീരിയയിൽ നിന്ന് കേരളത്തിൽ വരണമെന്നുള്ളതുകൊണ്ട് ഒരു 3 ആഴ്ച മുതൽ 4 ആഴ്ച വരെയൊക്കെ എടുക്കും. ഒരു മാസമൊക്കെ സാധാരണ കണക്കാം. ആ ലെറ്ററിന് മറുപടി തിരിച്ചവിടെ വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 3-4 ആഴ്ച. ചുരുക്കത്തിൽ ഇവിടെ നിന്ന് പോയി ഏതാണ്ട് 2 മാസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെ എന്തെങ്കിലും വിവരം ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇന്ന് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ മക്കളെ എവിടെയെങ്കിലും അയച്ചിട്ട് 2 മാസത്തേക്ക് ഒരു വിവരമില്ലെന്ന് പറഞ്ഞാൽ, 2 മാസം പോയിട്ട് 2 ദിവസം അല്ല 2 മണിക്കൂർ നേരത്തേക്ക് വിവരമില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് എന്തുമാത്രം മനോവേദനയാവുക. അപ്പോൾ അന്ന് ആ ലെറ്റർ കിട്ടിയ ആ ഞാൻ അപ്പോൾ ആ ലെറ്റർ കിട്ടിയപ്പോഴേക്കും ഇവിടെ കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും വീണ്ടും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പല കാര്യങ്ങൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ 97 US മാറി. അന്ന് ഇമെയിൽ എന്ന് പറയുന്ന സംഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒന്നും ഒട്ടും നോക്കുന്നതായിരുന്നു. ഇവിടെ ആർക്കും അന്ന് 97 ഇവിടെ ആർക്കും ഇന്റർനെറ്റ് കണക്ഷൻ ആയിട്ടില്ല. ഇമെയിൽ എന്ന് പറയുന്നത് ഞാനൊരു കമ്പ്യൂട്ടർ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് I knew about it, but then there was no way we could have an email here in Kottayam at the time. അപ്പോൾ അന്ന് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞത് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇങ്ങനെ സമയത്ത് ഞാൻ എഴുതി. ആ മറുപടി അവരുടെ നിന്ന് കിട്ടുമ്പോൾ എനിക്കുണ്ടായിരുന്ന സംഭവത്തിൽ ഞാനെപ്പോഴും ഓക്കെ. ആ കൂട്ടത്തിൽ പ്രൊഫസർ ജേക്കബ് ജോർജിൻ്റെ എഴുത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു മക്കളാണ്. പക്ഷേ എനിക്കൊരു ചെറിയ അസുഖമുണ്ട്. ഈ ചില കടലാസുകളൊക്കെ ഇങ്ങനെ കളയാതെ വെച്ചു. അങ്ങനെ വെച്ചിരുന്ന കൂട്ടത്തിൽ ജേക്കബ് ജോർജിൻ്റെ എഴുത്തും ഞാൻ അടുത്ത സമയത്ത് അത്തരം എന്തെങ്കിലും ഉണ്ടായിരുന്ന പഴയ എഴുത്തുകളും കൂടെ ഒരുതരം ലാമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക് വിജ്ഞാനത്തിലേക്ക് വെച്ച് ഞാൻ സൂക്ഷിച്ചു വെച്ചു. ആ കൂടുതൽ തന്നെ എഴുതി വെച്ചു. ആഫ്റ്റർ 27 years എൻ്റെ പിതാവിൻ്റെ ചില എഴുത്തുകൾ 1980 എൻ്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് എഴുതിയ ഒരു എഴുത്ത്. ഇതൊക്കെ എൻ്റെ ഈ കളക്ഷനാണ്. നിങ്ങൾക്കറിയാവുന്ന ജോൺ മാത്യൂസ് ആണ് എനിക്ക് 2001 അദ്ദേഹം മരിക്കുന്നതിന് ചില നാളുകൾക്ക് മുമ്പ് എഴുതിയ ഒരു എഴുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ എഴുതുമ്പോൾ ആ എയറോഗ്രാമിനകത്ത് ഒരു കുത്തിടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം എഴുതെഴുതുന്നത്. ഈ കോട്ടയത്ത് നടക്കുന്ന സമകാലീന സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തിനാണ്.
ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഞങ്ങൾ വൈസ്മെൻസ് ക്ലബ്ബിൽ വണ്ടിയൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നതാണ്. ആ ക്ലബിൻ്റെ ഇന്നത്തെ സ്ഥിതി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആകുല ചിന്തകൾ, പിന്നെ കോട്ടയത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ, കോട്ടമാറ്റിനെ പോലെ ആളുകൾക്ക് ഇത് സംഭവിക്കുന്നു, അദ്ദേഹം ചെയ്യുന്നു, ഇങ്ങനെ പല കാര്യങ്ങൾ. ഈ കല, ഈ എഴുതുന്ന കല അവർക്ക് കൈമോശം വന്നു. ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം മല്ലപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ കോട്ടയത്തോട്ട് താമസം വയ്ക്കുന്നത് 8 വർഷം. ഞങ്ങൾക്ക് മലപ്പുള്ളി പഴയ വീടുണ്ടായിരുന്നു. അതൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വീട് ഡിമോളിഷ് ചെയ്തു. അപ്പോൾ ഈ ഡിമോളിഷ് ചെയ്തതിന് മുമ്പ് അവിടെ ഒരു അലമാരിക്കകത്ത് കുറേ പഴയ പുസ്തകങ്ങളും ഡയറികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടാകും. അപ്പോൾ ഞാൻ ഈ പഴയ ഡയറികൾ എൻ്റെ ഫാദറിൻ്റെ ഉണ്ട്, ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഡയറികളെല്ലാം കൂടെ ഞാൻ ചുമ്മാ കളയാറാണ് ഞാൻ പഠിക്കുന്നത്. ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് ചെയ്തതാണ്. കഴിഞ്ഞ വർഷം ഞാൻ ആദ്യം പഴയ ഗ്രാൻഡ് ഫാദറിൻ്റെ ഡയറി ചുമ്മാ അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 40 വർഷത്തോളമായി, 45 വർഷത്തോളം. അദ്ദേഹത്തിൻ്റെ ഡയറി കേട്ട് എനിക്ക് എഴുതി. അദ്ദേഹത്തിൻ്റെ സഹോദരൻ 1935 മദ്രാസ് ഫോർട്ട് സെയിൻറ്റ് ജോർജ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എഴുതിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് സൂക്ഷിച്ചു വെച്ചേക്കാം. ഞാനത് എഴുതി ലാമിനേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ഡേറ്റഡ് 12/2/1935. അതിൻ്റെ ആ എഴുത്തിൻ്റെ രീതി ഒരുക്കണം. എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ബ്രദേഴ്സിനകത്ത് ഏറ്റവും സീനിയറാണ്. മൈ ഡിയർ ബ്രദർ, അങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്. മൈ ഡിയർ ബ്രദർ വളരെ രസകരമായിട്ട് തോന്നി. ഇന്നിപ്പോൾ നമ്മൾ ആരും ചേട്ടനെ അങ്ങനെ മൈ ഡിയർ ബ്രദർ എന്ന് അഡ്രസ് ചെയ്ത് എഴുതുന്നതിന് തോന്നി. പിന്നെ ഇത് ഞാൻ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു വാചകം മാത്രം വായിക്കുക. ഇവർ ലെറ്റർ ഡേറ്റഡ് 4 November instant. While in government service, there are difficulties and inconveniences of the nature which are not at all conducive to the keeping of one's self-respect. ഇതാണ് ആദ്യത്തെ വാചകം. അവരുടെ ഫാമിലി ചില ഇൻട്രസ്റ്റ് കാര്യങ്ങളെ പറ്റിയൊക്കെ തുറന്ന് എഴുതുന്നുണ്ട്. അങ്ങോട്ട് പോയി വരും. I really thought, okay, here is an art which we have got completely forgotten. And there are some reasons. ഇപ്പോൾ നമ്മൾ ഇമെയിലിൻ്റെ കാര്യം പറഞ്ഞു, SMS-ൻ്റെ കാര്യം പറഞ്ഞു, യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞു. ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മനോഹരമായ കല ആളുകൾ പൂർണ്ണമായിട്ടും അവഗണിച്ചിട്ടുണ്ട്. ഒന്ന്, എന്താ വാട്ട് ഇസ് ദ റെലവൻസ് ഓഫ് റിട്ടേണില്? വാട്ട് ഇസ് ദ റെലവൻസ് ഓഫ് റിട്ടേണില്? ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഈ അയക്കുന്ന ഇമെയിലും SMS-കളും നമ്മൾ അതിൽ നോബഡി കീപ്സ് ഇൻ യുവർ ക്വസ്റ്റ്യൻസ്. ഒരിക്കലും നമ്മൾ ഒരു വർഷത്തിന് ശേഷം unless you are very particular that you want to keep, you don't have a chance to go back and read. നിങ്ങൾ ചിലരുടെയെങ്കിലും ചിലപ്പോൾ പഴയ അലമാരികളിൽ ഭർത്താവ് ആദ്യം എഴുതിയെഴുത്തോ പ്രേമലേഖനമോ കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ കണ്ടെന്നിരിക്കാം. അത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം അത് നമുക്ക് ഒരിക്കലും the emotional aspect of receiving something tangible. നമ്മുടെ കയ്യിലെടുത്ത് നോക്കാവുന്നതാണ്. ഒരു കടലാസ് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രത്യേക വികാരം അത് ഒരിക്കലും നമ്മുടെ സ്ക്രീനിൽ നിന്നും നമുക്ക് കിട്ടില്ല. The power of words on paper is very significant. The power of words on paper. Studies suggest that writing by hand, this should be of interest to us. Writing by hand can enhance cognitive abilities and memory. The studies done on the brain while writing
They say that many more parts of the brain lighten up when somebody is writing rather than just typing. അപ്പോൾ കൂടുതൽ എഴുതുന്നത് നമ്മുടെ ബുദ്ധിയെ കൂടുതൽ ഉത്തേജിപ്പിക്കും. അത് കൂടുതൽ നമുക്ക് നമ്മുടെ ഓർമ്മശക്തിയെ പറ്റി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് എന്ന് ശാസ്ത്രം പറയുന്നു. ആളുകൾ ഇപ്പോൾ എഴുതാതെ എഴുതുന്നത് പലർക്കും ഒപ്പിടാൻ പോലും ബുദ്ധിമുട്ടാണ്. I read about an IT engineer in Bangalore who went to the bank and he signed a paper and the officer looked at the records in their registry and they said, ഇത് നടക്കത്തില്ല, ഈ ഒപ്പ് തമ്മിൽ യാതൊരു ചർച്ചയും. അയാൾ അരമണിക്കൂർ അവിടെ നിന്ന് ഒപ്പിട്ട് പഠിച്ചതിന് ശേഷമാണ് പഴയ ഒപ്പുമായിട്ട് ഏതാണ്ട് ഒരു കാര്യം അടുത്ത് വരുന്ന ഒരു ഒപ്പിടാൻ എനിക്ക് പറ്റുക. Because people don't use their hand anymore, people don't write anymore, they cannot even put a signature the way they used to. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി നോക്കിയപ്പോഴത് മുംബൈയിൽ ഇപ്പോഴ് there are handwriting coaches. അവർക്ക് സാധാരണ ഒരു ട്യൂഷൻ ടീച്ചർ കൊടുക്കുന്നതിന് 4 ഇരട്ടി പണം കൊടുത്തിട്ടേ പറ്റും. പക്ഷേ അവർ ഹാൻഡ് റൈറ്റിംഗ് കോച്ച് നല്ല ബിസിനസ് ആണ്. Parents spend so much money to help children improve their handwriting. നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട എഴുത്തുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മറ്റുള്ള എഴുത്തുകൾ വായിക്കുന്നത് മോശമാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛൻ മകൾക്ക് എഴുതിയ കത്തൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പ്രസിദ്ധമായ കത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കത്തെന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ കിങ് ജയിലിൽ കിടന്നപ്പോൾ എഴുതിയ ഒരു കത്താണെന്ന് പറയും. ബർമിംഗ്ഹാം ജയിലിൽ കിടന്നപ്പോൾ അന്ന് ഈ സിവിൽ റൈറ്റ്സിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിന്തകൾ ആ എഴുത്തിലാണ് അത്രയും ഉണ്ടായത്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതിനേക്കാളൊക്കെ എത്രയോ പ്രശസ്തമായിരിക്കും പൗലോസ് ജയിലിൽ കിടന്ന് എഴുതിയ ലേഖനം. പ്രത്യേകിച്ച് തിമോത്തിയോസിന് എഴുതിയ ആ ലേഖനം വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും I really get goosebumps. തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിലാണ് പറയുന്നത്, ഞാൻ നല്ല പൊരുക്കും ഓട്ടം തികച്ചു എന്ന് പറയുന്ന ആ ഒരു എപ്പോഴും മരണവീടുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആ വാചകം എഴുതുന്നത് ഓരോ ജയിലിൽ കിടക്കുമ്പോഴാണ്. I am not a good fight. ആ ജീവിതത്തെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാട് മനോഹരമായിട്ടാണ് എഴുതുന്നത്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തെ മൊത്തം നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയും പ്രശസ്തനും പ്രഗത്ഭനുമൊക്കെ ആയിരുന്ന ആ വ്യക്തി അവസാനം പറയുന്നത്, നീ വരുമ്പോൾ ആ പുതപ്പും ആ പുസ്തകങ്ങളും കൂടെ കൊണ്ടുപോലെയാണ്. ഞാൻ അവിടെ വെക്കുന്ന പുതപ്പും പുസ്തകങ്ങളും. It shows 2 things. One is the poverty in which he lives. ഒന്നുമില്ലാത്ത അവസ്ഥ. രണ്ടാമത് ആ അവസ്ഥയിലും വായിക്കാനും എഴുതാനുള്ള തന്റെ താല്പര്യം. അപ്പോൾ ഈ എഴുത്തുകൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ആശയങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. ഇതിനെപ്പറ്റി ഞാനിങ്ങനെ വല്ലതും വായിച്ചപ്പോഴാണ് ചർച്ചിലിൻ്റെ ഒരു ചെറിയൊരു ചർച്ചിൽ 1940 പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ യുദ്ധം കൊണ്ടുവരുന്ന കാലമാണ്. ഇയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ചർച്ചിൽ ഒരു എഴുത്ത്, താങ്കൾ ഹിറ്റ്ലറുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കണം. താങ്കൾക്ക് നല്ല തോട്ടം പ്രൈവറ്റ് സെക്രട്ടറി. അതിന് ചർച്ചിൽ ഒറ്റ വാചകത്തിൽ മാത്രമേ മറുപടി എഴുതി, I am ashamed of you. Burn it. എന്ന് പറഞ്ഞിട്ട് I am ashamed of it. Burn it എന്ന് പറഞ്ഞ് അയാളുടെ എഴുത്തും ഈ എഴുത്തും കൂടെ ഈ മനുഷ്യന് തിരികെ അയച്ചു. I am ashamed of you. Burn it. പക്ഷെ അയാൾ ബേൺ ചെയ്തില്ല. 2010 £35,000 ആ ലെറ്റർ ഓപ്ഷനിൽ മാറി. The same letter was sold for £35,000 because he did not burn it. I mean, that's something about the
letters that some important people wrote. I think my time is almost up. Now I would request you, can you go back to this old habit of writing letters? Because it involves a lot of creative thinking, it puts your creative ability into work. ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഒരു സമയത്ത് നമ്മൾ എന്തോ എഴുതാം, നമുക്ക് ഈ പെട്ടെന്ന് ഇമെയിൽ എഴുതിക്കാവുന്ന അത് വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ അതിന് മുമ്പ് വന്നത് ടൈപ്പ്റൈറ്ററാണ്. ടൈപ്പ്റൈറ്റർ 1900 ടൈപ്പ്റൈറ്റർ വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ കൈകൊണ്ട് എഴുതിയിരുന്ന കാര്യങ്ങൾ സ്ത്രീകളെ ടൈപ്പ്റൈറ്റിംഗ് പഠിപ്പിച്ച് പെട്ടെന്ന് വന്നപ്പോൾ കമ്പനികൾ ഒരുപാട് ലാഭം ഉണ്ടാക്കി. അതിനുശേഷം ഞാനൊക്കെ ഇവിടെ കോളേജ് പഠിപ്പിക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പ്റൈറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് വാങ്ങാനൊരു ആദ്യത്തെ അവസരം കിട്ടിയപ്പോൾ കൗൺസിൽ കിട്ടിയപ്പോൾ വാങ്ങിയ ആദ്യത്തെ ഒരു സാധനം ടൈപ്പ്റൈറ്റർ. പക്ഷേ അതൊരു 10-15 വർഷങ്ങൾക്കകം ആവശ്യമില്ലാത്ത കാര്യമാണ്. കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ SMS ഷോർട്ട് മെസ്സേജ് ഇപ്പോൾ അതും വേണ്ട, എന്തോ വലിയ 2-2 മാർക്കുകൾ മാത്രമായി. ഇപ്പോൾ ആളുകൾക്ക് ഒരു പക്ഷെങ്കിൽ വീണ്ടും നമ്മുടെ പഴയ മാർഗങ്ങളിലേക്ക് പോയാലോ എന്നൊരു പക്ഷേ ചിന്ത കാണുമായിരിക്കും. ഈ നൊസ്റ്റാൾജിയ വരുന്നത് പല രീതിയിലാണ്. ഞാൻ ഈ 2 ദിവസം മുമ്പ് തിരുവല്ലയിൽ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഒരു ഉടമസ്ഥന്മാർ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകാൻ വെച്ചാൽ എൻ്റെ അവിടുത്തെ സ്പെഷ്യൽ ഇന്നത്തെ ചട്ടിച്ചോ ഒരു വലിയ ചട്ടിക്കകത്ത് മൺചട്ടിക്കകത്ത് ചോറ് കൂട്ടാൻ പറ്റുന്നത്. ഞാൻ ആലോചിച്ച് മനുഷ്യൻ നൊസ്റ്റാൾജിയ വന്നാലേ എൻ്റെ ചെറുപ്പത്തിൽ പോലും ചട്ടിക്കകത്ത് കഴിക്കേണ്ടതായിട്ട് ഇന്നിപ്പോൾ നൊസ്റ്റാൾജിക്കായിട്ട് ചട്ടിക്കകത്ത് വലിയ ചട്ടിക്കകത്ത് എല്ലാം കൂടെ അതിനകത്താണ് സെർവ് ചെയ്യുന്നത്. For which you may have to pay like 500 rupees for an ordinary meal. People become nostalgic in all kinds of ways. Why don't we become nostalgic in a real, constructive way and start writing letters? ഇത് പറഞ്ഞപ്പോൾ ഈ സ്നെയിൽ മെയിൽ എന്ന് കേട്ടിട്ടുണ്ട്. സ്നെയിൽ മെയിൽ ഇപ്പോൾ നമ്മുടെ സാധാരണ പോസ്റ്റ് അയക്കുന്നതിനാണ് സ്നെയിൽ മെയിൽ ഉണ്ടാവും. സോ സ്നെയിൽ മെയിൽ കാരണം ഒരുപാട് സമയം എടുക്കുന്നു. മറ്റൊരു സെക്കൻഡ് കൊണ്ട് അടുത്ത ആളുകൾക്ക് മെസ്സേജ് ചെന്ന് കഴിഞ്ഞല്ലോ. ദിസ് ടേക്സ് എ ലോങ് ടൈം. ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഐവൻ കാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനൊരു ചെറിയൊരു പ്രോജക്റ്റ് തുടങ്ങി. ഇറ്റ് ഇസ് കോൾഡ് സ്നെയിൽ മെയിൽ മൈ ഇമെയിൽ. സ്നെയിൽ മെയിൽ മൈ ഇമെയിൽ. ജോൺസാണ് ഇപ്പോൾ എഴുതുന്നതും താല്പര്യമുണ്ട്. പക്ഷെ ഇത് എഴുതാനുള്ള സമയവും സൗകര്യവും സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് ഇമെയിൽ അയച്ചിട്ടാൽ മതി. ഇന്നാലൊരു ലെറ്ററായി they will help you write a snail mail and post it for you. താങ്കളെ കുറച്ച് മനോഹരമായിട്ട് ചെറിയ പടമൊക്കെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ പ്രിയതമയ്ക്കാണെങ്കിൽ വേണമെങ്കിൽ ഒരു ചുണ്ടിൻ്റെ ഒരു മുഖം വെച്ച് അവരായിരിക്കും. അയാൾ ആദ്യം വിചാരിച്ചത് അധികം പേരൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ within a few days he had like thousands of orders. അപ്പോൾ അവയ്ക്ക് മനസ്സിലായി തന്നെ ചെയ്യാൻ പറ്റില്ല. Then he asked for volunteers. Now they have hundreds of volunteers helping people write snail mail. You only need to email. So maybe we can write a project like this. Why don't you start writing letters? Think of doing that today. Take a paper, put your thoughts on paper, and it will take time. You'll have to sit and think. ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും നല്ല എഴുത്തെഴുതണമെന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതയുണ്ട്. കാരണം ആ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ നിങ്ങളുടെ മകൾക്കോ മകനോ ഭാര്യയ്ക്കോ നല്ല പിതാവിനോ അതിനോടൊരു പ്രത്യേകത വരും. എൻ്റെ പിതാവിൻ്റെ കൈവശം ഞാൻ നന്നായിട്ട് നോക്കുന്നത് നന്നായിട്ട് എഴുതും എന്ന് മാത്രമല്ല അദ്ദേഹം എഴുതുമ്പോൾ മലപ്പള്ളിയിലാണ് എൻ്റെ വീട്. മലപ്പള്ളിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളും ആ പ്രദേശത്ത് നടക്കുന്ന ഒരുമാതിരിപ്പെട്ട വിഷയങ്ങളൊക്കെ എല്ലാം അദ്ദേഹം എല്ലാവർക്കും ഇത് പറ്റില്ല എന്നുള്ളതാണ്. എനിക്കൊരു സഹോദരിയുണ്ട്. ഏകദേശം 45 വർഷമായിട്ട് കഴിയുന്നത്.
ആ സഹോദരി എഴുതി കഴിഞ്ഞാൽ 3 ലൈനാണ്. അവിടെയും സൂര്യൻ ഇവിടെയും സൂര്യൻ ഞങ്ങൾക്ക് അപ്പൊ ഞാൻ അവിടെ ചോദിക്കുന്നത് ഇതിനൊക്കെ ഒന്നും എഴുതാനില്ലേ? ഇവിടെ സംഭവിക്കുന്നു, ഇതൊക്കെ സംഭവിക്കുന്നു. അതേസമയം ഇതിൽ തുറന്നുള്ളതാണ് അമേരിക്കയിൽ തന്നെയാണ്. അദ്ദേഹം എഴുതുമായിരുന്നു ഒരു 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 എയറോഗ്രാം എടുത്താൽ അത് ടൈപ്പ് ചെയ്ത് സിംഗിൾ സ്പേസ് ഇല്ല, ഹാഫ് സ്പേസ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയി. And I learned a lot of things from them. What is it you can write? അപ്പോൾ പലപ്പോഴും എന്താ എഴുതാറുണ്ട്? നമുക്ക് ചുറ്റും നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളെ പറ്റി നമുക്ക് എഴുതാം. നമ്മൾക്ക് സാധാരണ ഇച്ചിരി ഒബ്സർവേഷൻ വേണമെന്നുള്ളതേ ഉള്ളൂ. സീസൺസ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഒരിക്കലും കോമൺ സംഗതിയാണ്. സീസൺ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇലകൾ പൊഴിയുമ്പോൾ ആ മനോഹരമായ ആ നിറങ്ങൾ, അല്ല മഞ്ഞ് വീഴുമ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ, അല്ല മഞ്ഞ് വീഴുമ്പോൾ ഞാൻ ഇറങ്ങി ആ മഞ്ഞ് മാറ്റാൻ വേണ്ടി ഇരിക്കുന്നു തോന്നുന്ന ബുദ്ധിമുട്ടുകൾ, അല്ല ഇന്നലെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച ഒരു പുതിയ ഡിഷിനെ പറ്റി എന്തെല്ലാം എഴുതാം. തീർച്ചയായും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരങ്ങളും താല്പര്യത്തോടുകൂടി ആ കാര്യങ്ങൾ വായിക്കാതിരിക്കില്ല. And that will improve your mental ability, agility, your mind will work more, and your ഈ ഒപ്പിടുമ്പോൾ കൈ വറയ്ക്കത്തില്ല, ഒപ്പിൻ്റെ ഷേപ്പ് മാറിപ്പോകത്തില്ല. ഇതിനെല്ലാം സഹായകരമാകും. So let us try to bring back this lost art of letter writing. Thank you for your patient listening.